ഓഹോ, എടി വീണേ, ഇന്നിന്റെ കിച്ചണോട്ടൊന്നും കാണാൻ ഇനി എപ്പോ ഒരു ബുക്കും പിടിച്ചിട്ട് ഇരുന്നാ മതി. അത് അടുത്തമ്മേ, ഞാൻ ഇപ്പോഴാ ഒന്ന് പഠിക്കാനിരുന്നേ. നാളെ എക്സാം ആണ്, അതുകൊണ്ടാ ഞാൻ. നല്ല സുഖാന്നല്ല, വെട്ടി വിഴുങ്ങാനാകുമ്പോ അങ്ങോട്ട് കേറി വന്നാ മതി. എടി നിനക്ക് വട്ടാണോ? എല്ലാ ദിവസവും അവള് നിന്നെ സഹായിക്കാൻ വരാറില്ലേ? പിന്നെ ഇന്ന് മാത്രം വരാണ്ടിരിക്കുമ്പോ എന്തിനാ ഇങ്ങനെ കുഴപ്പാക്കുന്നേ? ഓള് പഠിച്ചോട്ടല്ലേ? ഓഹോ, ഒരു ചേട്ടൻ. നിങ്ങളാ ഇവക്ക് വളം വെച്ചു കൊടുക്കുന്നത്. അടുക്കള പണി ചെയ്തിട്ടും മതി ബാക്കി. ഓ പിന്നെ, ഞാൻ വേണമെങ്കിൽ വരാം സഹായിക്കാൻ. മോളെ, നീ പഠിച്ചോ. ഏട്ടാ അത് ഏട്ടനല്ലേ പറയുന്നത്, നീ പോയി പഠിച്ചോ. ഏട്ടാ, ഇന്ന് സെക്കൻഡ് ഷോപ്പ് പോവാട്ടാ. ഞാൻ 2 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫുഡും പുറത്തുനിന്ന് കഴിക്കാം. അപ്പൊ വീണില്ലേ? അവളെ ഒന്നും കൂട്ടിട്ട് പോകാൻ എനക്ക് കഴിയില്ല. പിന്നെ ഓളെ തനിച്ചാക്കിട്ടാ നമ്മൾ പോന്നേ? അതൊന്നും നടക്കൂല. നമ്മൾ സിനിമക്കൊന്നും പോകുന്നില്ല ഓളില്ലാണ്ട്. അതെന്താ നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാൻ പറ്റൂല? എനക്കൊന്നും കേൾക്കണ്ട. ഇത്രയും നാളെ ഞാൻ ക്ഷമിച്ചു. വന്ന് നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടാ. ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. ആഹാ, നിങ്ങൾക്ക് അവളാണോ വലുതല്ല ഞാനാണോ വലുത്? എനക്കതിപ്പോ അറിയണം. എന്നിട്ട് മതി ബാക്കി കാര്യം. ചേട്ടാ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ അടികൂടുന്നു? എന്നെ കൊണ്ടാണെങ്കിൽ ഞാൻ വല്ല ഹോസ്റ്റലും പോയി നിന്നോളാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി നീ ഒന്നും ചെയ്യണ്ട. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് ഞാനാ. അതെനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ഒരക്ഷരം മിണ്ടി പോകാൻ പാടില്ല. അമ്മക്ക് എന്തെങ്കിലും അറിയുന്നുണ്ട് ഇന്നത്തെ കാര്യം? നീ ഒന്നും പറയണ്ട. അവൻ എന്നെ വിളിച്ചിട്ട് എല്ലാം പറയലുണ്ട്. നീ ചെയ്തത് ഒട്ടും ശരിയായിട്ടില്ല. ഒന്നും ഇല്ലെങ്കിൽ ഒരു അമ്മയില്ലാത്ത കുട്ടിയല്ലേ അവള്. അമ്മ, ഞാൻ അമ്മേന്റെ സ്ഥാനത്ത് നിന്നിട്ട് നീ അല്ലേ എല്ലാം ചെയ്യേണ്ടത്. എത്ര നല്ല കുടുംബം നിനക്ക് കിട്ടിയേ. നീ അല്ലേ അവിടുത്തെ അമ്മ. ഇനിയെങ്കിലും നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നീ ചെയ്തത് ശരിയാണോന്ന്. അടുത്തമ്മ സാരമില്ല, പോട്ടെ. എനിക്ക് അടുത്തമ്മയോട് ഒരു ദേഷ്യമില്ല. എൻ്റെ അമ്മേന്റെ സ്ഥാനത്താണ് ഞാൻ കാണുന്നത്. എല്ലാം മറന്ന് നമുക്കിവിടെ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിച്ചൂടെ?